ഈ സീനിൽ യാവ് ക്യുവാൻ്റെ അടുത്ത് വന്ന് ഡോങ്ങിൻ്റെ ഫാദറിന് ഒരു മിസ്ട്രസ് ഉണ്ട്, അവർ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വൈഫിന് ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറായെന്ന് പറയുന്നു. നീ ഇതെങ്ങനെ കണ്ടെത്തിയെന്ന് അവൻ ചോദിക്കുമ്പോൾ, താങ്കൾ ആ ഫയൽ തന്നില്ലേ, അത് കണ്ടപ്പോൾ എനിക്കെന്തോ സസ്പീഷ്യസ് ഫീൽ ചെയ്തു. സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രോപ്പർട്ടിയിൽ പോയി. അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വൈഫിനെ കണ്ടത്. അവർ പ്രഗ്നൻ്റ് ആണ്. അവിടെ വെച്ച് ഞാൻ മിസ്റ്റർ ഷോനോട് സംസാരിച്ചു. തൻ്റെ ബിസിനസ്സും ഈ സ്വത്തുക്കളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ആൺകുട്ടി വേണമെന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വൈഫ് ക്യാരി ചെയ്യുന്നത് ആൺകുട്ടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഫസ്റ്റ് വൈഫിനെ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായെന്ന് അവൾ പറയുന്നു. യാവ് ഈ പറയുന്ന എല്ലാം കേട്ട് ക്യുവാൻ അവളോട്, ശരി, നീ ഈ കേസ് വളരെ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്ത്, ഞാൻ നിന്നിൽ ഇംപ്രസ്ഡ് ആണെന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ട് താങ്കൾ ഒട്ടും ഷോക്കായില്ലല്ലോ. അതിൻ്റെ അർത്ഥം താങ്കൾക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ ഐഡിയ ഉണ്ടായിരുന്നല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് മിസ്റ്റർ ഷോനെ കുറേ നാളുകളായിട്ട് അറിയാം. അദ്ദേഹം എൻ്റെ ഫസ്റ്റ് ക്ലയൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ വീട്ടിലേക്ക് വരുമ്പോൾ ആ ബിൽഡിങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ അവനെ കാണാൻ വരുന്നു. ഈ ഇടയായിട്ട് ഈ ലൊക്കേഷനിൽ ഒരുപാട് മോഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വെളിയിറങ്ങരുത്, നിങ്ങൾ അലേർട്ട് ആയിരിക്കണം എന്ന് അയാൾ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് ക്യുവാൻ അകത്തേക്ക് വരുന്നുണ്ട്. അവൻ വീട്ടിൽ വരുമ്പോൾ അവിടെ യാവും ഡോഗും ഉണ്ടായിരുന്നില്ല. മിക്കവാറും യാവ് ഡോഗിനെ വോക്കിന് കൊണ്ടുപോയി കാണുമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് റൂമിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൻ യാവിനെ കോൾ ചെയ്യുന്നു. പക്ഷേ യാവ് കോൾ പിക്ക് ചെയ്യുന്നില്ല. അവൻ അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. യാവ് എന്തെങ്കിലും ഡേഞ്ചറിലായിരിക്കുമോ എന്ന് അവൻ പേടിക്കുന്നു. കുറേ സെക്യൂരിറ്റി ഗാർഡ്സിനെ കൂട്ടി അവൻ യാവിനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. സാറ് പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാകില്ല. മാഡം മിക്കവാറും ഡോഗിനെ കൂട്ടി വോക്കിന് പോയതായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഡേഞ്ചർ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി അത്ര ലേറ്റ് നൈറ്റ് ആയിട്ടില്ലെന്ന് സെക്യൂരിറ്റി പറയുന്നു. നിങ്ങൾ എന്നോട് സംസാരിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യൂ. ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പണം തന്നിട്ടുണ്ട്. നിങ്ങൾ വേഗം പോയി എൻ്റെ ഫ്രണ്ടിനെ അന്വേഷിക്കാൻ അവൻ പറയുന്നു. അവൻ്റെ ബിഹേവിയർ കാണുമ്പോൾ യാവിനെക്കുറിച്ച് അവൻ സത്യത്തിൽ ഒരുപാട് വറീഡാണ് നമുക്ക് മനസ്സിലാകും. അതേസമയം യാവ് ഇവിടെ തൻ്റെ ഡോഗിനെ വോക്ക് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരാൾ അപ്പോൾ അവളുടെ അടുത്ത് വന്ന് ഈ അഡ്രസ്സ് എവിടെയാണെന്ന് പറയാമോ ചോദിക്കുന്നു. അവൾ ആ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവളുടെ ഡോഗ് ഗാർബേജ് ബിന്നിൽ പോയി ഗാർബേജ് കഴിക്കുന്നു. ഇത് യാവു കാണുമ്പോൾ ഡോഗിനെ പിടിച്ച് വഴക്ക് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഡോഗ് ഓടിപ്പോകുന്നു. അവൾ അതിൻ്റെ പുറകെയും. ഈ ഡോഗ് നേരെ ഓടി വരുന്നത് ക്യുവാൻ്റെ അടുത്തേക്കാണ്. ഡോഗ് ഓടി വരുന്ന കണ്ട് പേടിയുള്ള ക്യുവാൻ ആകട്ടെ താഴെ വീഴുന്നു. ഡോഗ് അവൻ്റെ പുറത്ത് കയറി അവൻ്റെ ചീക്കിൽ ലിക്ക് ചെയ്യുന്നുണ്ട്. ഡോഗിൻ്റെ സലൈവ് പറ്റുമ്പോഴേക്കും ക്യുവാന് നല്ല ദേഷ്യം വരുന്നു. വീട്ടിൽ വന്ന ശേഷം ക്യുവാൻ യാവുവിനെ കുറെ വഴക്ക് പറയുന്നു. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞാണ് എനിക്ക് ഈ ഡോഗിനെ ഒട്ടും ഇഷ്ടമല്ലെന്ന്. നിന്റെ നിർബന്ധം പ്രകാരമാണ് ഞാൻ ആ ഡോഗിനെ ഇവിടെ കീപ്പ് ചെയ്യാൻ സമ്മതിച്ചത്. ഇപ്പോൾ അത് എന്നെ എന്താ ചെയ്തതെന്ന കാര്യം നീ കണ്ടേയില്ലെന്ന് അവൻ പറയുന്നു. ബോസ്, സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നോട് ക്ഷമിക്കണം. എന്നിട്ടവൾ അവൻ്റെ മുഖത്ത് ക്രീം പുരട്ടുന്നു വാഷ് ചെയ്യാൻ വേണ്ടി. ഡോഗിൻ്റെ സലൈവ കാരണം സ്വന്തം ഫേസിൽ തൊടാൻ പോലും ക്യുവാൻ ഇപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവൾ വാഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോർണിംഗിൽ യാവ് ക്യുവാന് വേണ്ടി സ്പെഷ്യലായിട്ട് വിശാലമായി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നീ എന്നെ സോപ്പിടാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് അവൻ പറയുന്നു. അല്ല ബോസ്, ഞാനിത് പ്രിപ്പയർ ചെയ്ത് താങ്കളോട് താങ്ക്സ് പറയാൻ വേണ്ടിയാണ്. ഇന്നലെ രാത്രി താങ്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഞാൻ താങ്കളോട് സോറി പറയുന്നു. ആ സംഭവങ്ങൾക്ക് ശേഷം എൻ്റെ ഡോഗിനെ താങ്കൾ പുറത്താക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ താങ്കൾ ആ ഡോഗിനെ അവിടെ കീപ്പ് ചെയ്യാൻ സമ്മതിച്ചു. അതിനാണ് ഞാൻ താങ്കളോട് താങ്ക്സ് പറയുന്നതെന്ന് അവൾ പറയുന്നു. നിന്റെ തോട്ട് കറക്റ്റാണ്. ഞാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ രാത്രി നീ എന്നെ കെയർ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ ഡോഗിനെ പുറത്താക്കാതിരുന്നത്. പക്ഷെ ഇനി ഈ ഡോഗിനെ ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നു. പ്ലീസ് ബോസ്, അങ്ങനെ ചെയ്യരുത്. ആ ഡോഗ് എൻ്റെ അല്ല, എൻ്റെ സിസ്റ്ററിൻ്റെയാണ്. പക്ഷെ എനിക്കിപ്പോൾ ആ ഡോഗിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് താങ്കൾ പ്ലീസ് അതിനെ പുറത്താക്കരുതെന്ന് അവൾ പറയുന്നു. ആദ്യമൊക്കെ അവൾ പറയുന്ന കാര്യം അവൻ കേൾക്കുന്നില്ല. പക്ഷേ യാവു ഒരുപാട് ഫോഴ്സ് ചെയ്യുമ്പോൾ അവൻ സമ്മതിക്കുന്നു. ശരി,
നിനക്ക് ആ ഡോഗിനെ ഇവിടെ കീപ്പ് ചെയ്യാം. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ രാത്രി സംഭവിച്ച പോലുള്ള ഒരു കാര്യങ്ങളും ഇനി സംഭവിക്കാൻ പാടില്ലെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ലീജിനെയാണ് കാണിക്കുന്നത്. ജെൻസി ലീജിന്റെ കൂടെ ഒരു ലൊക്കേഷൻ കാണാൻ വന്നിരിക്കുകയാണ് അവളുടെ ഓഫീസിന് വേണ്ടി. അവൾക്ക് ഈ ലൊക്കേഷൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജെൻസി അവളുടെ വീട്ടിലിരുന്ന് ഒരു ക്ലയൻറ്റ് കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഡോങ്മിൻ അവളെ കാണാൻ വരുന്നു. എന്നിട്ട് അവളോട് ക്ലോസ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജെൻസി അവനെ ചവിട്ടിയ ശേഷം അവിടുന്ന് പോകുന്നു. നീ ഇനി മേലാൽ എന്നോട് ക്ലോസ് ആകാൻ ശ്രമിക്കരുതെന്ന് വോൺ ചെയ്യുന്നുണ്ട്. ഈ സീനിൽ യാവ് ക്യുവാനെ കാണാൻ വരുന്നു. ഞാൻ മിസ്റ്റർ ഷോന്റെ ഫയല് നന്നായി പഠിച്ചു. എനിക്ക് ഉറപ്പാണ് ഈ കേസിൽ നമ്മൾ ജയിക്കുമെന്ന് അവൾ പറയുന്നു. ഇനി നീ ഈ കേസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം നമ്മൾ ഈ കേസ് ക്ലോസ് ചെയ്തു എന്ന് അവൻ പറയുന്നു. അതെന്തു പറ്റി ബോസ്? നമ്മൾ എന്താ ഈ കേസ് ക്ലോസ് ആക്കിയെന്ന് അവൾ ചോദിക്കുന്നു. ഡോങ്ങിന്റെ ഫാദറായ മിസ്റ്റർ ഷോൺ ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് അവൻ പറയുന്നു. ഇന്ന് വൈകിട്ട് ഫ്യൂണറലാണ്. നീ എൻ്റെ കൂടെ വരണമെന്നും അവൻ പറയുന്നുണ്ട്. വൈകിട്ട് അവർ ഫ്യൂണറലിന് വരുന്നു. ഫ്യൂണറൽ കഴിയുന്നുണ്ട്. അതിനുശേഷം ഡോങ്ങിന്റെ മദർ അവളോട് എനിക്ക് ക്യുവാനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം, നീ പോകാൻ പറയുന്നു. ഡോങ് പോയ ശേഷം മദർ ക്യുവാനോട് എൻ്റെയും മിസ്റ്റർ ഷോന്റെ ഡിവോഴ്സ് കേസിനെ കുറിച്ച് ആരും അറിയരുത്. ഇത് പുറത്താകുകയാണെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് എല്ലാം ഡൗൺ ആകും. ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും. ഞങ്ങൾ രണ്ടാളും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കമ്പനി ഈ നിലയിലാക്കിയത്. ഇത് നശിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ലെന്ന് മദർ പറയുന്നു. താങ്കൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ കാരണം ഈ ന്യൂസ് ഒരിക്കലും പുറത്താകില്ലെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാനെ യാവും തിരിച്ചു പോകുകയാണ്. യാവ് ക്യുവാനോട് ബോസ്, ഡോങ്ങിന്റെ മദർ എന്തുകൊണ്ടാണ് താങ്കളോട് പറഞ്ഞത് ഈ കേസ് ഒരിക്കലും പുറത്താകരുതെന്ന്? മിസ്റ്റർ ഷോന്റെ ഫ്യൂണറല് ഇത്രയും പെട്ടെന്ന് നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. മിസ്റ്റർ ഷോന്റെ പ്രഗ്നന്റ് മിസ്ട്രസിന്റെ മകന് ഒരു പ്രോപ്പർട്ടിയും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തത്. കാരണം മിസ്റ്റർ ഷോന്റെ ഫ്യൂണറൽ കുറച്ചെങ്കിലും ലേറ്റ് ആക്കുകയാണെങ്കിൽ ആ മിസ്ട്രസ് അവിടേക്ക് വരും. ആ ബേബി മിസ്റ്റർ ഷോന്റെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർക്ക് സുഖമായി DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ വെച്ച് പ്രൂവ് ചെയ്യാനും പറ്റും. അങ്ങനെ വരുമ്പോൾ പകുതി പ്രോപ്പർട്ടി ആ ബേബിക്ക് അവകാശപ്പെട്ടതാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, DNA സാമ്പിള് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. സോ മിസ്റ്റർ ഷോന്റെ DNA സാമ്പിൾ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഫ്യൂണറൽ നടത്തിയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ യാവ് ഷോക്കാകുന്നു. വാവ് ബോസ്, താങ്കൾ ഒരുപാട് സ്മാർട്ടാണെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് റൂഫ് ടോപ്പിലിരുന്ന് മിസ്റ്റർ ഷോന്റെ കേസിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ക്യുവാൻ അവിടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് മിസ്റ്റർ ഷോൺ തൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ സത്യത്തിൽ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. അവർ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ ഡോങ് അവൾക്ക് മെസ്സേജ് ചെയ്യുന്നു, നാളെ എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അവൾ ഈ കാര്യം ക്യുവാനോട് പറയുന്നുണ്ട്. ശരി, നീ പോയി അവളെ മീറ്റ് ചെയ്യൂ. പക്ഷെ ലാസ്റ്റ് ടൈമിലെ പോലെ ഒന്നും സംഭവിക്കരുത്. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യണമെന്ന് അവൻ അവളോട് പറയുന്നു. ഈ സീനിൽ യാവ് ഡോങ്ങിനെ കാണാൻ വരുന്നു. ഇന്നലെ എൻ്റെ മദർ നിങ്ങളോട് എന്താണ് സംസാരിച്ചത്? എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ എന്നോട് പറയാമെന്ന് അവൾ പറയുന്നു. നീ അറിയാൻ വേണ്ടി മാത്രം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ക്ലയൻസിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വെളിയിൽ പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ റൂളിന് എഗൻസ്റ്റ് ആണെന്ന് യാവ് പറയുന്നു. കാര്യം എന്താണെന്നറിയാൻ ഡോങ് അവളെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും യാവു ആകട്ടെ ഒരു കാര്യവും പറയുന്നില്ല. ഇവിടെ ക്യുവാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പോൾ യാവിൻ്റെ ഡോഗ് അവിടേക്ക് വരുന്നു. അതിനെ കാണുമ്പോൾ അവന് ആദ്യം ഒരുപാട് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ ആ ഡോഗിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ യാവുൻ്റെ ഐസ് ഓർമ്മ വരുന്നു. അവൻ ആ ഡോഗിൻ്റെ കൂടെ കളിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇല്ല, എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഈ ഡോഗിൻ്റെ ഐസ് കണ്ടാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ ഐസ് എല്ലാം കവർ ചെയ്യുന്നു. യാവ് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ഡോഗിൻ്റെ ഈ അവസ്ഥ അവൾ കാണുന്നുണ്ട്. എൻ്റെ ഡോഗിൻ്റെ ഈ അവസ്ഥയാക്കിയ ആരാണെന്നവൾ ചോദിക്കുമ്പോൾ മറ്റാരാണ്, ഞാനാണ്. ഇതിൻ്റെ ഐസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഫീൽ ചെയ്തു എന്ന് അവൻ പറയുന്നു. എന്നാൽ ഞാൻ ഇതിനെ റൂമിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അവൾ ആ ഡോഗിനെ കൂട്ടി റൂമിലേക്ക് പോകുന്നു. യാവ് വന്ന് ക്യുവാന് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. നീ ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല,
കാരണം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് ഫുഡ് കഴിക്കാൻ. പക്ഷേ ട്രീറ്റ് നിന്റെ വകയാണെന്ന് അവൻ പറയുന്നുണ്ട്. ക്യുവാൻ യാവുവിനെയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ മെനു കാണുമ്പോൾ യാവു ആകട്ടെ ഷോക്ക് ആകുന്നുണ്ട്. കാരണം ഒരുപാട് എക്സ്പെൻസീവാണ്. അവളുടെ ട്രീറ്റ് ആയതുകൊണ്ട് ഇത്രയും എമൗണ്ട് തൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നറിഞ്ഞ് അവൾ ആകെ വറിയാകുന്നു. ബോസ്, ഈ റെസ്റ്റോറൻറ്റ് ഒരുപാട് എക്സ്പെൻസീവാണ്, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാമെന്ന് അവൾ പറയുന്നു. ഇല്ല, ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കുള്ളൂ എന്ന് അവനും പറയുന്നുണ്ട്. ക്യുവാൻ യാവുവിനോട് ലോയെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇല്ല ബോസ്, ഇന്ന് ഞാൻ താങ്കളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അവൾ പറയുന്നു. എന്നിട്ട് താങ്കൾ ഈ പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ടൈമിൽ കുറേ ഫ്രഞ്ച് മൂവീസ് കണ്ടു. അതിലെ മെയിൻ ക്യാരക്ടർ ലോയർ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ലോ സെലക്ട് ചെയ്തതെന്ന് അവൻ പറയുന്നു.